2022 ഖത്തർ ലോകകപ്പ് ഫൈനൽ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ പോരാട്ടങ്ങളിലൊന്നായിരുന്നു അത്. അർജന്റീന കിരീടമുയർത്തിയപ്പോൾ ഫൈനലിൽ ഹാട്രിക് നേടിയിട്ടും കിലിയൻ എംബാപ്പയ്ക്ക് കണ്ണീരോടെയാണ് മടങ്ങേണ്ടി വന്നു. ഇന്ന് 2026 ഫിഫ ലോകകപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ആരാധകർ വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: അർജന്റീനയും ഫ്രാൻസും വീണ്ടും ഫൈനലിൽ ഏറ്റുമുട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ആരായിരിക്കും ജയിക്കുക? ഈ ചോദ്യത്തിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഫ്രഞ്ച് നായകൻ കിലിയൻ എംബാപ്പെ തന്നെ. പ്രശസ്ത കായിക മാധ്യമ പ്രവർത്തകൻ ഫാബ്രിസിയോ റൊമാനോ പങ്കുവച്ച അഭിമുഖത്തിലാണ് എംബാപ്പയുടെ പ്രതികരണം. എപ്പോഴത്തെയും പോലെ ജയിക്കണമെന്ന ഉറച്ച തീരുമാനത്തോടെയും ആഗ്രഹത്തോടെയുമാണ് ഞങ്ങൾ കളത്തിലിറങ്ങുക എന്നായിരുന്നു ഫ്രഞ്ച് സൂപ്പർ താരത്തിന്റെ മറുപടി. 2022 ലോകകപ്പ് ഫൈനലിന്റെ ഓർമ്മകൾ ഇപ്പോഴും തന്നെ വേദനിപ്പിക്കുന്നുണ്ടെന്നും ആ മത്സരം പിന്നീട് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെന്നുമാണ് എംബാപ്പെ ഈ അടുത്ത് വെളിപ്പെടുത്തിയത്. കഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് വരാനിരിക്കുന്ന ലോകകപ്പിൽ ഫ്രാൻസിനെ കിരീടത്തിലേക്ക് നയിക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യമെന്ന് താരമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ചരിത്രം സൃഷ്ടിക്കാനാണ്. ലോകകപ്പ് നേടുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും എംബാപ്പെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലെ ടീം കരുത്ത് വിലയിരുത്തി കഴിഞ്ഞാൽ 2026 ലോകകപ്പിലെ പ്രധാന കിരീട ഫേവറേറ്റുകളായി ഫ്രാൻസും അർജന്റീനയും തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരു വശത്ത് എംബാപ്പയുടെ ഫ്രാൻസ്, മറുവശത്ത് കിരീടം നിലനിർത്താൻ ഒരുങ്ങുന്ന അർജന്റീന. വീണ്ടും ഒരു ഫ്രാൻസ് അർജന്റീന ഫൈനലിന് കളമൊരുങ്ങിയ ലോക ഫുട്ബോൾ കാത്തിരിക്കുന്ന മറ്റൊരു ക്ലാസിക് പോരാട്ടമായി തന്നെ അതിനെ വിലയിരുത്തപ്പെടും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.